ഇനി വെള്ളിയാഴ്ചകളിൽ ആസാം നിയമസഭയിൽ ജുമുഅ ഇടവേള നൽകില്ല എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ തീരുമാനമെന്ന് പറയുന്നത്. സാധാരണ ദിവസങ്ങളിൽ ആസാമിലെ നിയമസഭ തുടങ്ങുന്നത് 9:30-ക്കാണ്. എന്നാൽ വെള്ളിയാഴ്ച മാത്രം 9 മണിക്ക് നിയമസഭ തുടങ്ങുകയും 11 മണിക്ക് നിയമസഭ പിരിയുകയും ചെയ്യും. അതിനുശേഷം 2 മണിക്കൂർ ജുമുഅ നിസ്കരിക്കാനുള്ള ബ്രേക്കാണ്. അതിനുശേഷമാണ് പിന്നീട് തിരിച്ചു വരുന്നത് ഇവരെല്ലാവരും. ഇനി അത്തരത്തിലുള്ളൊരു ബ്രേക്ക് നിയമസഭയിൽ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതായത് ജനാധിപത്യത്തിൽ മതം കലർത്താൻ സമ്മതിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഉൽപാദനക്ഷമത, നിയമസഭയുടെ ഉൽപാദനക്ഷമത കുറഞ്ഞു പോകുന്നു എന്നുള്ളത് കൂടെ കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു തീരുമാനം ആസാം സർക്കാർ കൈക്കൊണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ 87 വർഷമായി ഈ മുസ്ലിം നിയമസഭാംഗങ്ങൾക്കുള്ള ഈ പ്രൊവിഷൻ തുടർന്ന് വരികയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. നിസ്കാര ഇടവേള എന്നാണ് ഇതിനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നിസ്കാരത്തിന് മുസ്ലിം അംഗങ്ങൾക്ക് ഇടവേള നൽകുന്ന പതിവ് അവസാനിപ്പിക്കുമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും സ്പീക്കർ വിശ്വജിത് ഡെമറി അധ്യക്ഷനായ റൂൾസ് കമ്മിറ്റി അസം നിയമസഭയുടെ നടപടിക്രമ നിയമങ്ങൾ ഭേദഗതി ചെയ്തതിനു ശേഷമാണ് ഇത് തീരുമാനിച്ചത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. നിയമസഭയുടെ ശരത്കാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ഭരണഘടനയുടെ മതേതര സ്വഭാവമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഭരണഘടന മതേതരമായിരിക്കണം. അതുകൊണ്ട് തന്നെ മതത്തിന്റെ പേരിൽ ഇവിടെ ആർക്കും ഒരു ആനുകൂല്യങ്ങളും നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ആസാമിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ അടക്കം പറയുന്നത്. സർക്കാർ തീരുമാനത്തിൽ AIUDF MLA ആയിട്ടുള്ള റഫീഖുൽ ഇസ്ലാം എതിർപ്പറിയിച്ചു. നിയമസഭയിൽ, അതായത് ആസാം നിയമസഭയിൽ മൊത്തം എത്ര മുസ്ലിം MLA മാരുണ്ടെന്ന് അറിയാമോ? അതായത് 30 മുസ്ലിം MLA മാരുണ്ട്. ഈ 30 മുസ്ലിം MLA മാർക്കും അസൗകര്യം ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ അസം മുഖ്യമന്ത്രി അടക്കം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ കടുത്ത എതിർപ്പും പ്രതിഷേധവുമാണ് ഇപ്പോൾ അവിടെ ഉയർന്നു വരുന്നത്. നിയമസഭയ്ക്ക് സമീപത്ത് തന്നെ നിസ്കാരം നടത്താൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരണം എന്നിവർ പറഞ്ഞു. അതും സാധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം നിയമസഭയും ഭരണഘടനയും ഒക്കെ മതേതരം ആയിരിക്കണം, മതത്തിന് അതീതമായിരിക്കണം. എന്ത് തന്നെയായിരുന്നാലും അത് ഒരുക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കോൺഗ്രസ് MLA ആയിട്ടുള്ള ദേബപ്രദാസ് സൈക്കിയ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് അതായത് കോൺഗ്രസ് നിയമസഭയിൽ നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആസാമിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സർ സയ്യിദ് മുഹമ്മദ് സാബുദ്ദുള്ളയാണ് 1937 ഈ നിസ്കരിക്കാനായി വെള്ളിയാഴ്ചകളിൽ ഇടവേള കൊണ്ടുവന്നത്. ഒരു കൊളോണിയൽ അവശേഷം കൂടെ എടുത്ത് കളഞ്ഞത് എന്നാണ് ഇപ്പോൾ അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.